ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താ ചോദിച്ചിരിക്കുന്നത്? ഫ്രം ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഗിവൺ ബിലോ. നമുക്ക് 5 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? യെസ്, നമുക്ക് ഓരോ ഓപ്ഷൻ ആയിട്ട് നോക്കാം. ദി ആംഗുലർ മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദ nth ഓർബിറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h. ആക്ച്വലി നമ്മൾ പഠിച്ചിട്ടുണ്ടോ അല്ലേ? ബോർ പോസ്റ്റുലേറ്റിൽ പഠിക്കുന്നുണ്ട് ആംഗുലർ മൊമെന്റം nth ഓർബിറ്റിൽ ഏത് p ഈസ് ഈക്വൽ ടു എത്രയാ? nh/2π. ആക്ച്വലി ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എന്താ? nh/2π എന്നാണ്. ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആണ്. പക്ഷേ എന്താ പറയുന്നത്, ആംഗുലാർ മൊമെന്റം മൾട്ടിപ്പിൾ ഓഫ് h കട്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സിംപിളി നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസും വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്ത് പോകാം. സോ ദ ആംഗുലാർ മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദ nth ഓർബിറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h. ദാറ്റ് ഈസ് ആൻസർ ഈസ് കറക്റ്റ്. സോ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് എടുക്കാം. അത് നിങ്ങൾക്ക് അറിയാവുന്ന പോസ്റ്റുലേറ്റ് തന്നെയാണ്. അടുത്തത് ന്യൂക്ലിയർ ഫോഴ്സ് ഡു നോട്ട് ഒബേ ഇൻവേർട്ട് സ്ക്വയർ ലോ. ഇൻവേർട്ട് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നത് നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒക്കെയാണ്. ന്യൂക്ലിയർ ഫോഴ്സിൽ നമ്മൾ അങ്ങനെ ഒരു ഇക്വേഷൻ ഒന്നും പഠിക്കുന്നില്ല. സോ അതും കറക്റ്റ് ആണ്. ഇറ്റ് ഡസ് നോട്ട് ഒബേ ഇൻവേർട്ട് സ്ക്വയർ ലോ. അടുത്ത നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. ദ ന്യൂക്ലിയർ ഫോഴ്സസ് ആർ സ്പിൻ ഡിപ്പെൻഡന്റ്. എന്താ ഈ സ്പിൻ ഡിപ്പെൻഡന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി അതിനൊരു ഫിഗർ ഉണ്ട്. നമുക്ക് ആ ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഈ തന്നിരിക്കുന്ന ഫിഗർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും അതേപോലെ മാസ് നമ്പറുമായിട്ടുള്ള ഒരു റിലേഷൻ, ആ ഫിഗറാണ്, ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ഈ ന്യൂക്ലിയർ ഫോഴ്സ് ആർ സ്പിൻ ഡിപ്പെൻഡന്റ്, അത് ശരിയാണ്. അത് ജസ്റ്റ് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇതിനൊക്കെ ഒരു ലിമിറ്റിന് അപ്പുറത്തേക്ക് കോൺസെപ്റ്റുകളുണ്ട്. അതൊന്നും നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് NCERT പഠിക്കാനും ഇല്ല, പറയുന്നതുമില്ല. എങ്കിലും ചില കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഓർമ്മപ്പെടുത്താം. ഇവിടെ നോക്കിക്കുക, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും മാസ് നമ്പറോടുള്ള ഒരു ഗ്രാഫ് തന്നിട്ട് ഇവിടുത്തെ ഇത്രയും പോർഷനിലെ മാസ് നമ്പർ, അതായത് ഒരു 0ക്കും ഒരു 30-40 റേഞ്ച് വരെ വരുന്ന മാസ് നമ്പറിന്റെ ബൈൻഡിങ് എനർജിയാണ് ഈ തന്നിരിക്കുന്നത്. അതിനുശേഷമുള്ള 40 തൊട്ട് ഒരു 170, ഒരു 160, 170, 180 റേഞ്ച് വരെ, ഇൻ ബിറ്റ്വീൻ ഇത്രയും വരുന്ന റേഞ്ചിൽ അവർക്ക് ഗ്രേറ്റർ സ്റ്റെബിലിറ്റി ആയിരിക്കും. ഇത്രയും പോർഷനിൽ വരുന്ന ആൾക്കാർക്ക്, മാസ് നമ്പർ വരുന്നവർക്കെല്ലാം സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അതിനു മുമ്പും അതിനു ശേഷവും വരുന്നവർക്ക് നാച്ചുറലി സ്റ്റെബിലിറ്റി കുറവായിരിക്കും. അതായത് ഇവിടെ അതാണ് ഈ റീജിയൺ ഓഫ് ഗ്രേറ്റർ സ്റ്റെബിലിറ്റി. ഏത് റീജിയണിലാണ്? 40നും 150നും ഇടയിൽ നിൽക്കുന്ന മാസ് നമ്പർ ഉള്ളവർക്ക് ഗ്രേറ്റർ സ്റ്റെബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അതിന് മുൻപുള്ളവർക്കും അതിന് ശേഷമുള്ളവർക്കും സ്റ്റെബിലിറ്റി കുറവാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഈ ഗ്രാഫിലേക്ക് നമുക്ക് കണ്ടോ, ഇവിടെ കുറച്ച് നമുക്ക് ഇവിടെ നൈസായിട്ട് ഇവിടെ കുറച്ച് സ്പൈക്സുകൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ കുറച്ച് സ്പൈക്സുകൾ കാണാൻ പറ്റുന്നുണ്ട്. ആ ഗ്രാഫിൽ സ്പൈക്സുകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ സ്പൈക്സുകൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഹീലിയം ഉണ്ട്, കാർബൺ ഉണ്ട്, അതുപോലെ ഓക്സിജൻ ഉണ്ട്. അങ്ങനെ ആ സ്പൈക്സുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ സ്പൈക്സുകളിൽ കമരൊന്ന് ഷിഫ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്പിന്നിങ് എഫക്റ്റ് ആണ്. അപ്പൊ സ്പിന്നിങ് എഫക്റ്റ് എന്ന് പറയുമ്പം അവിടെയുള്ള പല ആൾക്കാർക്ക് സ്പിന്നിങ് എഫക്റ്റുകൾ ഉണ്ട്. പക്ഷെ ഇവരുടെ സ്പിന്നിങ് എഫക്റ്റ് കാരണമാണ് അവർക്ക് കുറച്ചുകൂടെ, അതായത് മറ്റുള്ളവരിൽ നിന്ന് നോക്കുമ്പം അവിടെ അതേ മാസ് നമ്പറിൽ നിൽക്കുന്ന ഈ മാസ് നമ്പറിൽ നിൽക്കുന്ന മറ്റ് എലമെന്റുകളായിട്ട് നോക്കുമ്പോൾ ആ സ്പിന്നിങ് എഫക്റ്റ് കാരണം അവർക്ക് കുറച്ചുകൂടെ കൂടുതലാണ്? സ്റ്റെബിലിറ്റി കൂടുതലാണ്. ഓക്കെ, സ്റ്റെബിലിറ്റി നാച്ചുറലി കുറച്ച് കൂടുതലാണ്. അപ്പൊ ആ കോൺസെപ്റ്റ് ആണ്. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. സോ ഒബ്വിയസ്ലി നമുക്ക് ഏതെടുക്കാൻ പറ്റും? ഓപ്ഷൻ സി എടുക്കാൻ പറ്റും. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ ഈ ഫിഗർ വെച്ചിട്ടാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ സി കറക്റ്റ് ആണ്. അടുത്തത് ന്യൂക്ലിയർ ഫോഴ്സ്. ഓപ്ഷൻ സി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ന്യൂക്ലിയർ ഫോഴ്സ് ആർ സെൻട്രൽ ആൻഡ് ചാർജ് ഇൻഡിപെൻഡന്റ്. നമുക്കറിയാം ചാർജ് ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. കാരണം നമ്മളൊരു പ്രോട്ടോണും എടുത്താലും അതേപോലെ ഒരു ന്യൂട്രോണും എടുത്താലും ഒരു പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ എടുത്താലും ഇവർക്കിടയിൽ ഉണ്ടാവുന്ന ആ എല്ലാവർക്കും സെയിമാണ്. ഏത് പെയർ എടുത്താലും അത് സെയിമാണ്. ബിക്കോസ് ചാർജുമായിട്ട് ഡിപ്പെൻഡൻസി വരുന്നില്ല. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ അത് ഓക്കെ ആണ്. പക്ഷെ ന്യൂക്ലിയർ ഫോഴ്സ് ആർ സെൻട്രൽ ഫോഴ്സ്, അത് തെറ്റാണ്. സെൻട്രൽ ഫോഴ്സ് അല്ല. ന്യൂക്ലിയർ ഫോഴ്സ് ഒരു സെൻട്രൽ ഫോഴ്സ് അല്ല. സോ ഒബ്വിയസ്ലി ഓപ്ഷൻ ഡി തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി വരാത്ത ഒരാളെ നമുക്ക് വളരെ ഈസി ആയിട്ട് പിക്ക് ചെയ്യാം. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻ ഇ കൂടി ഒന്ന് നോക്കാം. അപ്പൊ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓപ്ഷൻ ഇ കൂടെ നോക്കാം. എന്താ ചോദിച്ചിരിക്കുന്നത്? സ്റ്റെബിലിറ്റി ഓഫ് എ ന്യൂക്ലിയസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ വാല്യൂ ഓഫ് പാക്കിംഗ് ഫ്രാക്ഷൻ. ഈ പാക്കിംഗ് ഫ്രാക്ഷൻ ഒക്കെ ഇൻഡെപ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ പഠിക്കുന്നതാണ് പാക്കിംഗ് ഫ്രാക്ഷൻ. പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്?
പാക്കിംഗ് ഫ്രാക്ഷൻ. പാക്കിംഗ് ഫ്രാക്ഷൻ പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മാസ് ഡിഫക്റ്റ് ഡിവൈഡഡ് ബൈ മാസ് നമ്പർ ആണ്. മാസ് ഡിഫക്റ്റ് ഡിവൈഡഡ് ബൈ മാസ് നമ്പർ ആണ്. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ദ സ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി പാക്കിംഗ് ഫ്രാക്ഷൻ. അത് ശരിയാണ്, ആ കോൺസെപ്റ്റ് അത് ശരിയാണ്. അപ്പൊ എന്താണ് പാക്കിംഗ് ഫ്രാക്ഷൻ എന്നുള്ളത് നിങ്ങൾ ഇവിടെ നിന്ന് അറിഞ്ഞിരിക്കണം. പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മാസ് ഡിഫക്റ്റ് ബൈ മാസ് നമ്പർ. അപ്പോൾ വാട്ട് ഈസ് മാസ് ഡിഫക്റ്റ്? നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ, അതൊക്കെ ആ ടൈമൊക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊരു ഹീലിയം എടുത്താൽ നമുക്കറിയാം, അവിടെ ഒരു ഹീലിയം എടുത്താൽ നമുക്ക് 2 പ്രോട്ടോണും അതേപോലെ 2 ന്യൂട്രോണും ഉണ്ട്. അപ്പം നിങ്ങൾ ഈ 2 പ്രോട്ടോണിനെയും 2 ന്യൂട്രോണിനെയും കൂടെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്തെന്ന് വിചാരിക്കും. നമ്മൾ അവരുടെ വെയിറ്റ് എടുത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. അതായത് 2 പ്രോട്ടോണിനെ 2 ന്യൂട്രോണിനെ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ഇനി അത് കഴിഞ്ഞത് ഹീലിയം എന്ന കോൺസെപ്റ്റിൽ ഇവന്മാർ 2 കൂടെ ചേർന്നിരിക്കുന്ന കേസ്, അതായത് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഒരുമിച്ചിരിക്കുന്ന കേസിൽ നിങ്ങൾ അവരുടെ വെയിറ്റ് ഒന്ന് മാസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഒബ്വിയസ്ലി അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. അതായത് ഇവന്മാർ കമ്പൈൻ ചെയ്തിരിക്കുമ്പോൾ മാസിന് കുറച്ച് ഡിഫക്റ്റ്, അതായത് ഒരു വേരിയേഷൻ ഉണ്ടാവും. പക്ക മാസിന് ഒരു ചെറിയ കുറവുണ്ടാവും. എന്താ കാരണം? അത് നമ്മൾ ദാറ്റ് മാസ് ഈസ് കൺവേർട്ടഡ് ടു എനർജി. ഐൻസ്റ്റീൻ പറയുന്നുണ്ട് അത് ബൈൻഡിങ് എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവന്മാർ ചേർന്നിരിക്കുമ്പോൾ, അല്ലെ അങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത്, ഇവന്മാർ ചേർന്നിരിക്കുമ്പോൾ ആ ചേർത്ത് വെക്കാൻ വേണ്ടി ആ മാസ്, കുറച്ച് മാസ് അത് അവന്മാരെ ബൈൻഡ് ചെയ്ത് നിർത്താൻ ബൈൻഡിങ് എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യും. മാസ് കൺവേർട്ടഡ് ടു ബൈൻഡിങ് എനർജി നമ്മൾ ഐൻസ്റ്റീൻ ഇക്വേഷനിലൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ കാണുന്ന ഡിഫറൻസിനെയാണ്, അപ്പൊ ഇവർ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, ആ ഡിഫറൻസിനെയാണ് മാസ് ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ദിസ് മാസ് ഡിഫക്റ്റ് ഡിവൈഡഡ് ബൈ മാസ് നമ്പർ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് പാക്കിംഗ് ഫ്രാക്ഷൻ. അപ്പൊ അതുമായിട്ടും ഈ സ്റ്റെബിലിറ്റിക്ക് ഡിപ്പെൻഡൻസി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സോ ഒബ്വിയസ്ലി ഓപ്ഷൻ ഇയും കറക്റ്റ് ആണ്. സോ നമുക്ക് ആൻസർ ചെയ്തെടുക്കാം A, B, C and E. നമ്മൾ നെഗ്ലക്ട് ചെയ്തത് D ആണ്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു. എന്താ? ഇവിടെ ഫോഴ്സ് ആർ സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നുണ്ട്, അത് തെറ്റാണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കും. താങ്ക് യു.